കൊണ്ട് 3 മാർക്ക് നേടിയാൽ നമ്മുടെ എവല്യൂഷന്റെ ചാപ്റ്ററിൽ വന്നിട്ട് ഇല്ലസ്ട്രേഷൻ ആണ് തന്നിട്ടുള്ളത്. ഓവർ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ A-B ഫില്ല് ചെയ്യണം. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്ന തിയറി ഏതാണെന്ന് എഴുതണം. ഈ തിയറിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇതിന്റെ പരിമിതികളൊന്നും എഴുതണം. അപ്പൊ ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഇല്ലസ്ട്രേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നോക്കുക, ഓവർ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ് നടക്കുന്നത് അല്ലെ. അതായത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ് നടക്കുന്നത്. അത് അവിടെ ഫില്ല് ചെയ്യുക. ബി എന്ന് പറയുമ്പോൾ അവിടെ നോക്കുക, അനുകൂല വ്യതിയാനങ്ങൾ നടക്കുമ്പോൾ ദോസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണമാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ തിയറി നമുക്കറിയാമല്ലോ, ഏതാണ് തിയറി? യെസ്, അപ്പൊ ബി ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാൻ നാച്ചുറൽ സെലക്ഷൻ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എഴുതുക. ഇനി ഈ ഒരു തിയറിയുടെ ലിമിറ്റേഷൻ എന്തായിരുന്നു? ഡാർവിന് എന്ത് കഴിഞ്ഞിട്ടില്ല? ഈ ഒരു തിയറി കൊണ്ട് വേരിയേഷൻ എങ്ങനെ ഉണ്ടാവുന്നു? റീസൺ ഫോർ വേരിയേഷൻ വാസന്റ് എക്സ്പ്ലെയിൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി നിങ്ങൾക്ക് ഈസി ആയിട്ട് 3 മാർക്ക് നേടാം. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, ബൈ.